يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله ലോകാനുഗ്രഹി മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മേത്താനം ജുമാ മസ്ജിദിൽ വിപുലമായ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങൾക്കൊപ്പം അവരുടെ ആശയങ്ങളും ബുദ്ധിയും കഴിവും തെളിയിക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ ആശയങ്ങളുടെ പദ്ധതികൾ എക്സിബിഷനിലൂടെ വെളിപ്പെടുത്തി. ഒപ്പം നാളെയും മറ്റന്നാളും നടക്കുന്ന പ്രവാചക പ്രകീർത്തന വേദികളിലും കലാസാഹിത്യ മത്സരങ്ങളിലും നിരവധി പേർ പങ്കെടുക്കുന്നു. ഭാരവാഹികളായ പ്രസിഡന്റ് അഷ്റഫ്, സെക്രട്ടറി TS നൌഷാദ് തുടങ്ങിയവർ പറഞ്ഞു. എക്സിബിഷൻ റിട്ടയർഡ് SP ശ്രീ CS അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ചീഫ് ഇമാം മുഹമ്മദ് മുഹ്സിൻ സഖാഫി, ജമാൽ സഖാഫി, PTA പ്രസിഡന്റ് PH സലീം, പ്രൊഫസർ CA അബ്ദുൽ ജലീൽ, സർവീസ് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ഇക്ബാൽ, ചിറയം മസ്ജിദ് പ്രസിഡന്റ് CM ടിപ്പു, ഇമാം ഷെരീഫ് റഷീദി, CA കുഞ്ഞുമീദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മേത്താനം ജുമാ മസ്ജിദിലെയും ചിറയം മസ്ജിദിലെയും മദ്രസയിലെ വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. 100ഓളം വിദ്യാർത്ഥികൾ 35 ടീമുകളായി 100ഓളം വ്യത്യസ്ത പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് എക്സിബിഷൻ നടത്തി. يا نبي سلام عليكم يا رسول سلام عليكم يا ഇവിടെ ഈ നടക്കുന്ന എക്സിബിഷൻ കുട്ടികളുടെ സർഗ കലാവാസനകൾ വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ കണ്ടു. യഥാർത്ഥത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. അതും ആദ്യമായിട്ട് നടത്തിയ ഈ ഒരു സംരംഭത്തിൽ ഇത്രയും ഭംഗിയായ ഒരു പ്രതിഫലനം ഉണ്ടായി എന്നുള്ളത് തികച്ചും യാദൃശ്ചികമല്ല. കുട്ടികളിൽ അടങ്ങിയിരിക്കുന്ന ആ സർഗ കലാവാസനകളുടെ പ്രത്യക്ഷ പ്രകടനമാണ്. അതിന് നേതൃത്വം നൽകിയവർ തീർച്ചയായിട്ടും കുട്ടികളെ നല്ലൊരു ദിശയിലേക്കാണ് നയിക്കുന്നത്. അവരുടെ ബുദ്ധി ഏതൊക്കെ തലത്തിൽ ഉപയോഗിക്കാമെന്നുള്ളത് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രകടനങ്ങൾ. ഈ പരീക്ഷയുടെ തിരക്കുള്ള ഈ സമയത്ത് ആ തിരക്കുകളൊക്കെ മാറ്റി ആ തിരക്കുകൾക്കിടയിലൂടെ നിന്നുകൊണ്ട് ഇത്രയും ഭംഗിയാർന്ന വൈവിധ്യമാർന്ന സമൂഹത്തിന് വലിയ സന്ദേശങ്ങൾ നൽകുന്ന, എന്നാൽ സമൂഹത്തിലെ പ്രശ്നങ്ങൾ വരെ അഡ്രസ് ചെയ്യുന്ന ഇത്തരം സംഗതികൾ ഉണ്ടായി എന്നുള്ളത് എന്തായാലും മേത്താനത്ത് മഹലിനെ സംബന്ധിച്ചോളം അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. മദ്രസാധ്യാപകർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദീനീ വിദ്യാഭ്യാസം നൽകുന്നവരെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ് ഒന്നാം തരം ജോലി. കാരണം നമുക്ക് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ദീനീ വിദ്യാഭ്യാസം നൽകുന്നവരോട് അസൂയയാണ് നമുക്കുള്ളത്. കാരണം അവരെ സംബന്ധിച്ചോളം കുരുന്നുകൾ, കൊച്ചുകുട്ടികൾ അവരുടെ മുമ്പിലേക്ക് എത്തുന്നു. അവർ നയിക്കുന്ന പാതയിലൂടെയാണ് അവർ മുന്നേറുക. അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എങ്കിൽ, അത് പ്രകാരമുള്ള അമലുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഉസ്താദന്മാർ എക്കാലത്തും അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരായി. പുതിയ ചിന്തകളും ആഗ്രഹങ്ങളും നേട്ടങ്ങളും കൈവരിക്കാനുള്ള ഓടിപ്പാച്ചിലാണ് കുട്ടികളും. പുതിയ സമൂഹം അങ്ങനെയാണ്. അവർക്കൊരു പുതിയൊരു കാൽവെപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ മഹത്തായ എക്സിബിഷനിലൂടെ നാം ലക്ഷ്യം വെച്ചത്. ഞങ്ങൾ 2-3 ദിവസം മുതൽ ഇതിനു വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് നമ്മുടെ ഈ മദ്രസയുടെ കുട്ടികൾ മാത്രം പോരാ, നമ്മളെ ചെറിയ തയ്ക്ക് ആ കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കാം എന്നുള്ളൊരു ആശയം കൂടി വന്ന് അവർക്ക് ഒത്തേത് ആ കുട്ടികളോട് നമ്മുടെ ഈ സദസ്സിലുണ്ട്. സമീപകാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നടപ്പിലാക്കാനോ അത് പ്രാവർത്തികമാക്കാനോ നമുക്ക് സാധിക്കാതെ പോയി. അൽഹംദുലില്ലാഹ് ഇപ്പോൾ അതിന് സാധിച്ചു. നമ്മുടെ മക്കളുടെ വളർച്ചയിലാക്കിക്കൊണ്ട് അവരുടെ ബുദ്ധിയെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ
അധ്യാപകരും PTA ഭാരവാഹികളും ജമാഅത്ത് ഭാരവാഹികളും എല്ലാം ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് എന്നും ഒരു സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മുടെ മക്കൾ എല്ലാ നിലയ്ക്കും ഉയരാൻ ഇത് ഒരു പ്രചോദനമാകും എന്നുള്ള വിവരം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ മദ്രസകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സാംസ്കാരിക കേന്ദ്രമാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളിലും അത് പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പലരും ആ ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങളുടെ മദ്രസ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത്തരുണത്തിൽ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന PTA മീറ്റിംഗിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സദർ ജമാൽ സഖാഫി അവറുകൾ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു ആശയം വരികയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ എക്സിബിഷൻ പരിപാടി സയൻസുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ കുട്ടികളുടെ ഏതൊരു വിധത്തിലുള്ള കഴിവുകളുമായിട്ട് ആ കഴിവുകൾ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്താം, അത് കമ്മിറ്റിയെ അറിയിക്കണമെന്നും ആ രീതിയിൽ ഈ PTA മീറ്റിംഗ് വെച്ച് ഞങ്ങള് കമ്മിറ്റിക്ക് ഇങ്ങനെ ഒരു ആശയം പറയുകയും അത് ഇരുകൈകളും നീട്ടി കമ്മിറ്റി അപ്രൂവ് ചെയ്യുകയും ചെയ്ത് അതിന്റെ ഒരു റിസൾട്ടായിട്ട് ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു കാലത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മദ്രസകളിലെ ഇപ്പോ ലാസ്റ്റ് വന്ന സിലബസിൽ ഉൾപ്പെടുത്തിയുള്ള വാഹന നിയമങ്ങൾ. അത് നമ്മുടെ സിലബസിൽ കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.